മലയാള ഭാഷയ്ക്ക് അക്ഷര സൗരഭ്യം പകർന്നു നൽകിയ വീടാണിത്. എന്നാൽ ഇപ്പോൾ ഇവിടെ നിന്നുയരുന്നത് രാസമാലിന്യങ്ങളുടെ ദുർഗന്ധമാണ്. മൊത്തക്കച്ചവടത്തിന് വെച്ചിരിക്കുന്ന ഫിനോയിൽ ബോട്ടിലുകളും ഇടയ്ക്കൊക്കെ ഈ വീട്ടിൽ വന്നുപോകുന്ന ജിയുടെ ബന്ധു രാജശ്രീയും കുടുംബവുമാണ് കവിയുടെ ഓർമ്മകൾക്ക് ഇപ്പോൾ ഈ വീട്ടിൽ കൂട്ട്. മഹാരാജാസ് കോളേജിൽ ജോലി കിട്ടിയപ്പോൾ ജി താമസം എറണാകുളത്തേക്ക് മാറ്റി. കവിയോടുള്ള അമിത സ്നേഹം ഒന്നു മാത്രമാണ് ചോർന്നൊലിക്കുന്ന ഈ വീട് വിൽക്കാതിരിക്കാനുള്ള രാജശ്രീയുടെ തീരുമാനത്തിന് പിന്നിൽ. ഞങ്ങൾക്ക് വിട്ടുപോകാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെ ഒരു അമ്മാവൻ്റെ ഇത് പൊളിച്ച് കളഞ്ഞു പോകുന്നതിലും നല്ലത് ഇതൊരു സ്മാരകമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്കും എന്നും കാണാം, നമുക്കൊരു അഭിമാനമാണല്ലോ. അത് കാരണം പൊളിക്കാതെ അങ്ങനെ തന്നെ നിലനിൽക്കണം. മഹാകവിയോട് മാറി മാറി വന്ന സർക്കാരുകൾ അനാദരവ് കാട്ടിയതായി നാട്ടുകാർ പറയുന്നു. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഈ ജന്മഗൃഹം എന്തായാലും ഗവൺമെൻറ് ഏറ്റെടുത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരായ ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്. അവഗണനയുടെ നടുവിലാണ് മഹാകവി ജിയുടെ ജന്മഗൃഹമെങ്കിലും ആദ്യ ജ്ഞാനപീഠ പുരസ്കാര ജേതാവിന് ഉചിതമായ സ്മാരകം നിർമ്മിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും നാട്ടുകാർ. രാജശ്രീക്ക് ശങ്കരമാവനോടുള്ള സ്നേഹം ഇതേപടി നിലനിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരൊറ്റ സ്നേഹത്തിന് പുറത്താണ് മഹാകവി ജിയുടെ ജന്മഗൃഹം നിലനിൽക്കുന്നത്. നായത്തോട്ടിലെ മഹാകവി ജിയുടെ ജന്മഗൃഹത്തിൽ നിന്നും ക്യാമറാമാൻ സ്റ്റാലിനൊപ്പം ജയേഷ് രാഘവൻ, മീഡിയ 1.